എൻ്റെ പേര് ജോസ് സാറ്. ഞാൻ സെൻറ്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ 24 വർഷമായിട്ട് പഠിപ്പിക്കുകയായിരുന്നു. അതിനു മുമ്പേ പല സ്കൂളുകളിലും ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ടീച്ചിങ് എനിക്കൊരു പ്രൊഫഷനായിരുന്നു, എനിക്ക് താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ കൃഷി ചെയ്തിരുന്നു. ഇതിനോടൊപ്പം തന്നെ ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ അപ്പനോടൊപ്പം ജോലി ചെയ്യുമായിരുന്നു. കപ്പക്കൊമ്പ് എടുക്കുമായിരുന്നു. ഒരു 40-45 വർഷം കപ്പ കൃഷിയും മറ്റ് കൃഷികളെല്ലാ തരം ചെറിയ ഉള്ള രീതിയിലുള്ള എല്ലാ കൃഷികളും ചെയ്യുമായിരുന്നു. പയർ കൃഷിയും പച്ചക്കറി കൃഷികളെല്ലാം തന്നെ. ഇതെല്ലാം നമ്മുടെ ഒരു ഹോബിയായിട്ട് നമ്മൾ ചെയ്യുമായിരുന്നു. വീടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം വിഷമടിക്കാതെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഇച്ചിരി വിപുലമാക്കിയിട്ടുണ്ട്. തേനീച്ച വളർത്തലുണ്ട്. പിന്നെ തേനീച്ച 2 വിഭാഗമുണ്ട്. ചെറുതേനീച്ചയുണ്ട്, വൻതേനീച്ചയുണ്ട്. അതിൻ്റെ തേനൊക്കെ ഉണ്ട് നല്ല ശുദ്ധമായ രീതിയിൽ. അതുപോലെ മീൻ വളർത്തലുണ്ട്. വിപുലമായ രീതിയിൽ ഈ കൊടിക്കൃഷിയുണ്ട്. ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ കൃഷിയോട് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ ലോകം തന്നെ നിലനിൽക്കുകയില്ല. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് കർഷകരെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ കർഷകർ ഇല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഭക്ഷണം ലഭ്യമാകത്തില്ല. അത് കാര്യം ഓർക്കണം. കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ ഇന്ന് മെയ് ദിനമാണ്. കർഷകരെ ആദരിക്കുകയും അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയും ചെയ്താൽ മാത്രമേ ലോകം പുരോഗതിയിലേക്ക് വ്യാപിക്കുകയുള്ളൂ. ഇന്നത്തെ ഈ ദിനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്. ആ തൊഴിലാളി ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു.